وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نسألك العفو والعافية. اللهم إنا نسألك المعافاة في الدنيا والآخرة. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ അഖീദത്തുൽ വാസിത്തിയ്യയിൽ ഉസൂലുൽ ഈമാൻ അഥവാ 6 ഈമാൻ കാര്യങ്ങൾ വിവരിച്ച ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. ഈ കിതാബിലെ ബാക്കി വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. അതുപോലെ അഹ്ലുസുന്നത്തിൻ്റെ അഖീദയിലെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിവരിക്കുന്നതിനു മുൻപ് ഷെയ്ഖുൽ ഇസ്ലാം ഒരു വാചകത്തിൽ സൂചിപ്പിച്ചു പോയതാണ് ഈ ഉസൂലുൽ ഈമാൻ, 6 ഈമാൻ കാര്യങ്ങൾ. പക്ഷേ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക, അത് മനസ്സിൽ ഉറപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം മജ്ലിസുകളിൽ തന്നെ ഇതിൽ ഓരോന്നും വിശദീകരിച്ചു വരുന്നത്. ഇതിൽ അൽ ഈമാനു ബിൽ കുതുബ് അഥവാ അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം ആണ് നമ്മൾ ഇന്നാദ്യം വിവരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ കിതാബും മീസാനും അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് റബ്ബ് പറഞ്ഞു, അല്ലാഹുല്ലദീ അൻസലൽ കിതാബ ബിൽ ഹഖ് വൽ മീസാൻ. അല്ലാഹുല്ലദീ അൻസലൽ കിതാബ ബിൽ ഹഖ് വൽ മീസാൻ. അള്ളാഹുവാണ് ഹഖും മീസാനുമായി കിതാബ് അവതരിപ്പിച്ചത്, സത്യവുമായി അതുപോലെ മീസാനുമായി ഗ്രന്ഥം അവതരിപ്പിച്ചത് അവനാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ അവൻ അവതരിപ്പിച്ചിരിക്കുന്നു, അതിലുള്ളത് മുഴുവൻ സത്യമാണ്. അതുപോലെ അതിൽ മീസാനുണ്ട്. എന്താണ് മീസാൻ? മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള മുഹഖ്ഖിഖുകളായ പണ്ഡിതന്മാർ മീസാൻ എന്ന ഖുർആനിലെ പദപ്രയോഗം ഖിയാസിനുള്ള തെളിവായി അവർ എടുത്തത് കാണാം. ഖിയാസ് ദീനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കാലം മുന്നോട്ട് ഗമിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത പുതിയ കാര്യങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ഇതിൻ്റെ വിധി അള്ളാഹുവിൻ്റെ കിതാബിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ട്, യാതൊരു സംശയവുമില്ല. ഇത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഖിയാസിലൂടെയാണ് മനസ്സിലാവുക. ആ ഖിയാസാണ് മീസാൻ. കാരണം ഖുർആനിൽ സുന്നത്തിൽ വന്നിട്ടുള്ള വിധിവിലക്കിൻ്റെ ആ അളവുകോൽ വെച്ച് പുതിയ കാര്യങ്ങൾ അളന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ വിധി എന്താണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്. അന്ത്യനാൾ വരെ ലഹരി ഉണ്ടാക്കുന്ന ഏത് വസ്തുവുണ്ടോ ഹറാമാണെന്ന് ഹദീസിൽ ലഭിച്ചു. പുതിയ പുതിയ പാനീയങ്ങൾ, പുതിയ പുതിയ ആഹാരങ്ങൾ ലഹരി ഉണ്ടാക്കുന്നതുണ്ടായാൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേര് പറഞ്ഞത് ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ വിധി ഖുർആനിലും സുന്നത്തിലും വന്നിരിക്കുന്നു. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത് വയുഹർറിം അലൈഹിമുൽ ഖബായിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തയ്യിബായ വിശിഷ്ടമായ കാര്യങ്ങൾ ഹലാലാക്കി നൽകി, ഖബീസുകളായ കാര്യങ്ങൾ ഹറാമാക്കി നൽകി. ഖബീസുകളെല്ലാം അതിൽ ഉൾപ്പെട്ടു. അന്ത്യനാൾ വരെ ഏത് ഖബീസ് വന്നാലും ചിലർ ചോദിക്കാറുണ്ട്, സിഗരറ്റ് വലിക്കുക ഹറാമാണോ? ഹറാമാണ്. എന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞിരിക്കുന്നു, വയുഹർറിമു അലൈഹിമുൽ ഖബായിസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖബീസായ കാര്യങ്ങൾ, വൃത്തികെട്ട മോശമായ കാര്യങ്ങൾ ഹറാമാക്കിയിരിക്കുന്നു. അത് ഖബീസാണ് എന്നത് ആർക്കാണ് തർക്കമുള്ളത്? വലിക്കുന്നവന് തർക്കമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അവൻ നല്ലൊരു സദസ്സ് നടക്കുമ്പോൾ അത് വലിക്കണമെങ്കിൽ അവൻ നേരെ ടോയ്ലറ്റിലേക്ക് പോകും, അവിടെ പോയി വലിക്കും. കാരണം അവനറിയാം അതിൻ്റെ സ്ഥലം അതാണ്. ആരെങ്കിലും നല്ല വിശിഷ്ടമായ തയ്യിബായ ഒരു ഭക്ഷണം നല്ലൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി ടോയ്ലറ്റിൽ നിന്ന് കഴിക്കുമോ? ഇല്ല. അത് ഖബീസാണെന്നുള്ള വലിയ തെളിവുകളിലൊന്നാണ്.
ചെയ്യുന്ന ആളുകൾ തന്നെ, വലിക്കുന്ന ആളുകൾ തന്നെ പ്രകടിപ്പിക്കുന്ന തെളിവ്. വയുഹരിമു അലൈഹിമുൽ ഖബായിസ്. ഇതാണ് നോക്കൂ മീസാൻ. ഏത് കാര്യങ്ങളും കിതാബിലും സുന്നത്തിലും വന്നിട്ടുള്ള കാര്യവുമായി അളന്നു നോക്കിയാൽ, തൂക്കി നോക്കിയാൽ നമുക്കതിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാകും. ഇതിനുവേണ്ടി അള്ളാഹു കിതാബുകൾ അവതരിപ്പിച്ചു. റബ്ബിൻ്റെ കിതാബുകളിൽ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിലാണ് മനുഷ്യരുടെ സൗഭാഗ്യം, സആദത്ത് ഉള്ളത്. നിനക്ക് സൗഭാഗ്യം നേടണോ, അതിനുള്ള വഴിയതാ ഖുർആനിൽ, അള്ളാഹുവിൻ്റെ കിതാബുകളിലാണതുള്ളത്. ജനങ്ങളുടെ ഇഹലോകത്തെയും പരലോകത്തെയും സൗഭാഗ്യം അള്ളാഹു അവൻ്റെ കിതാബുകളിൽ വിവരിച്ചുകൊണ്ട് മനുഷ്യർക്ക് കാലാകാലങ്ങളിൽ അള്ളാഹു അവൻ്റെ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു. ആ കിതാബുകളിൽ റബ്ബിനെ കുറിച്ചുണ്ട്, അള്ളാഹുവിൻ്റെ പേരുകൾ, അവൻ്റെ വിശേഷണങ്ങൾ, അവന് ഇഷ്ടമുള്ളതേത്, അവന് വെറുപ്പുള്ളതേത്, സന്തോഷവാർത്തയും താക്കീതും. ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ സൗഭാഗ്യം, ഇതിലാണുള്ളത്. നീ റബ്ബിനെ കുറിച്ച് അറിയുക, അവൻ്റെ പേരുകൾ, അവൻ്റെ വിശേഷണം, അവൻ്റെ മഹബൂബാത്ത്, അവൻ്റെ മബ്ഗൂദാത്ത്, അഥവാ അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അവൻ വെറുക്കുന്നത്. ഇത് പഠിക്കുക. അത് പഠിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ നിനക്ക് വഅദ് വേണം. എന്താണ് വഅദ് എന്ന് പറഞ്ഞാൽ? തബ്ശീറും തഹ്ദീറും, അല്ലെങ്കിൽ തബ്ശീറും ഇൻദാറും, സന്തോഷവാർത്ത അറിയിക്കലും താക്കീത് നൽകലും, ഓർമ്മപ്പെടുത്തുക, ഭയപ്പെടുത്തുക. ഇത് കൂടി വേണം. എന്തിന്? അഹ്കാമുകളുടെ കൂടെ, വിധിവിലക്കുകൾ പഠിക്കുന്നതിൻ്റെ കൂടെ ഇത് കൂടി വേണം, വഅദ് കൂടി വേണം. അതുകൊണ്ടാണ് ഖുർആൻ അത് കേവലം വിധിവിലക്കുകൾ പഠിപ്പിക്കുക മാത്രമല്ല, അതിൽ മൗഇളത്തുണ്ട്. അള്ളാഹു ഖുർആനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്, അതിൽ മൗഇളത്തുണ്ട്. എന്താണത്? അത് സതുപദേശമാണ്. അതുകൊണ്ടാണ് അത് രണ്ടും കൂടിയേ നമുക്ക് തീരൂ. കേവലം പഠിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ എന്ത് വേണം? വഅദ് കൂടി വേണം. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള അതിനുവേണ്ടി ആഗ്രഹം ജനിപ്പിക്കൽ, അതുകൂടി വേണം. അത് മാത്രം മതിയോ? അത് മാത്രം പോരാ. മറിച്ച് എന്ത് വേണം? ദീനിലെ അഹ്കാമുകൾ, ഹറാം ഹലാലുകൾ പഠിക്കുക കൂടി വേണം. ഇതെല്ലാമാണ് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ ഉള്ളത്. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബുകളിൽ ഉള്ളത്. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കതിൽ അറിയേണ്ടതുണ്ട്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കതിൽ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ കിതാബുകൾ മുഴുവൻ, റബ്ബിൻ്റെ ഗ്രന്ഥങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. റബ്ബ് സംസാരിച്ചതാണ് അവൻ്റെ കിതാബുകൾ, എല്ലാ കിതാബുകളും. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാം അല്ലാഹ് ثم يحرفونه من بعد ما عقلوه وهم يعلمون. അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും, അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കൊതിക്കുകയാണോ? വഖദ് കാന ഫരീഖും മിൻഹും, അവരിൽ ഒരു വിഭാഗം എന്തു ചെയ്യുന്നു? യസ്മഊന കലാം അല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാം കേൾക്കുകയും ثم يحرفونه, എന്നിട്ട് അതിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. മിൻ ബഅദി മാ അഖലൂഹ്, അവരത് മനസ്സിലാക്കിയതിന് ശേഷം, വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട്. അള്ളാഹുവിൻ്റെ കിതാബുകൾ മാറ്റം വരുത്തിയവർ, പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അതിൽ തഹരീഫ് നടത്തിയവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കൊതിക്കുകയാണോ? നിങ്ങൾ പറയൂ, അവർ മാറ്റം വരുത്തിയത് അള്ളാഹുവിൻ്റെ ഏത് കിതാബുകളാണ്? പഴയ കിതാബുകളാണ്. അതിനാണ് അള്ളാഹു ഈ ആയത്തിൽ, സൂറത്തുൽ ബഖറയിൽ ആയത്തിൽ എന്ത് പറഞ്ഞത്? കലാം അല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാം. അപ്പോൾ അള്ളാഹുവിൻ്റെ മുഴുവൻ കിതാബുകളും റബ്ബിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വിശ്വാസമാണ്. തൗറാത്തും ഇൻജീലും സബൂറും ഖുർആനും, അള്ളാഹുവിൻ്റെ മുഴുവൻ കിതാബുകളും റബ്ബിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. റബ്ബിൻ്റെ സംസാരത്തെക്കുറിച്ച് വിശദമായി അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഹായിയയുടെ ദർസിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ നിങ്ങൾ സാധിക്കുമെങ്കിൽ ആ ദർസ് വീണ്ടും കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ റബ്ബ് പേര് പറഞ്ഞിട്ടുള്ള അവൻ്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ അതുപോലെ ആ പേരുകൾ സഹിതം വിശ്വസിക്കണം. ഉദാഹരണത്തിന് തൗറാത്ത്, ഖുർആനിലും സുന്നത്തിലും മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു അവതരിപ്പിച്ച കിതാബ് തൗറാത്താണ് എന്ന് വന്നിരിക്കുന്നു. ഇൻജീൽ ഖുർആനിലും സുന്നത്തിലും
ഈസ അലൈഹിസ്സലാമിന് അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം ഇഞ്ചീലാണ് എന്ന് വന്നിരിക്കുന്നു. അതുപോലെ ജബൂർ, ദാവൂദ് അലൈഹിസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ടതാണ് ജബൂർ. പിന്നെയോ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു സുഹുഫി ഇബ്രാഹിമ വ മൂസ. ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകിയ സുഹുഫ്, ഏടുകൾ, മൂസാ നബിക്ക് നൽകിയ ഏടുകൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു സുഹുഫ് നൽകിയിട്ടുണ്ട്, ഏടുകൾ നൽകിയിട്ടുണ്ട്. മൂസാ നബിക്ക് അള്ളാഹു ഏട് നൽകിയിട്ടുണ്ട്. ഈ ഏടുകൾ തൗറാത്ത് തന്നെയാണോ അതല്ല വേറെ സുഹുഫാണോ? പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. എന്ത് തന്നെയായാലും അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുള്ള ഈ പേരുകൾ അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. തൗറാത്ത് അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ്, ഇഞ്ചീൽ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ്, ജബൂർ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. അതുപോലെ സുഹുഫ് അള്ളാഹു ഇബ്രാഹിം നബിക്കും മൂസാ നബിക്കും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്കറിയാത്ത മറ്റു ഗ്രന്ഥങ്ങളും, നമുക്ക് അള്ളാഹു പേരു പറഞ്ഞു തന്നിട്ടില്ലാത്ത മറ്റ് ഗ്രന്ഥങ്ങൾ അള്ളാഹു അവൻ്റെ നബിമാർക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും വിശ്വസിക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ആ മുൻകഴിഞ്ഞ കിതാബുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളിൽ, ആ മുൻകഴിഞ്ഞ കിതാബുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കണം. ആ കിതാബുകളിൽ ഇന്നത് വന്നിരുന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? ഖുർആനിലും സുന്നത്തിലും വന്നതിലൂടെ മനസ്സിലാകും. ഖുർആനിലും സുന്നത്തിലും വന്നതിലൂടെ നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അം ലം യുനബ്ബ ബിമാ ഫീ സുഹുഫി മൂസ വ ഇബ്രാഹിം അല്ലദീ വഫ അല്ലാ തസിറ വാസിറതു വിസ്റ ഉഖറ വ അൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. സൂറത്തു നജ്മിൽ അള്ളാഹു പറഞ്ഞു, അം ലം യുനബ്ബ ബിമാ ഫീ സുഹുഫി മൂസ. മൂസാ നബിയുടെ അലൈഹിസ്സലാം സുഹുഫിൽ വന്നതിനെ കുറിച്ച് അവർക്ക് വിവരം കിട്ടിയില്ലേ? അവന് വിവരം കിട്ടിയില്ലേ? കടമകളെല്ലാം പൂർത്തിയായ ഇബ്രാഹിം നബിയുടെ ഏടുകളിലും വന്ന കാര്യം എന്താണത്? അല്ലാ തസിറ വാസിറതു വിസ്റ ഉഖറ. ഒരാളും തൻ്റെ മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കുകയില്ല. വ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഓരോ മനുഷ്യനും അവൻ അധ്വാനിച്ചതല്ലാതെ ലഭിക്കുകയില്ല. നോക്കൂ, ശ്രദ്ധിക്കുക. ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കുകയില്ല, ഒരാൾക്കും അയാൾ അധ്വാനിച്ചതല്ലാതെ ഇല്ല. ഇതൊക്കെ മൂസാ നബിക്കും ഇബ്രാഹിം നബിക്കും നൽകിയ സുഹുഫിലുണ്ടായിരുന്നു എന്ന് അള്ളാഹു ഖുർആനിൽ പറയുകയാണ്. നമുക്കെന്ത് മനസ്സിലായി? ഈ കാര്യങ്ങൾ ആ കിതാബുകളിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. ഇതുപോലെ ഖുർആനിലും സുന്നത്തിലും പഴയ കിതാബിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. ആ കിതാബിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇന്ന് നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടാകും. അവരുടെ പഴയ കിതാബുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, ബനു ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ വല്ലതും നമുക്ക് വന്നു കിട്ടിയാൽ ഖുർആനിനും സുന്നത്തിനും തീർത്തും എതിരായ കാര്യമാണോ നമ്മളത് തള്ളിക്കളയണം, യാതൊരു സംശയവുമില്ല. ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ നബിമാരെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത മോശമായ കാര്യങ്ങൾ നിലവിൽ അഹ്ലുൽ കിതാബിൻ്റെ കയ്യിലുള്ള കിതാബുകളിലുണ്ട്. സംശയമില്ല, അത് അവർ വരുത്തിയ തഹരീഫാണ്, അവരതിൽ വരുത്തിയ തിരുത്തലാണ്, തള്ളിക്കളയണം, സംശയമില്ല. പിന്നെയോ രണ്ടാമതൊന്ന് ഖുർആനും സുന്നത്തിനോട് യോജിക്കുന്ന കാര്യമായിരിക്കും, അത് നമ്മൾ വിശ്വസിക്കണം. ഖുർആൻ സുന്നത്തിന് വന്നത് ചിലത് ഖുർആനും സുന്നത്തിനും വരാത്ത കാര്യമായിരിക്കും, അതാ ശരിയെന്നോ തെറ്റെന്നോ വരാത്തത്. അതിനെ നമ്മൾ നിഷേധിക്കാനും പോകേണ്ടതില്ല, അത് വിശ്വസിക്കാനും പോകേണ്ടതില്ല, ഒന്നും പറയേണ്ടതില്ല. കാരണം നിഷേധിച്ചാൽ ഒരു പക്ഷേ നിഷേധിക്കുന്നത് സത്യമായ കാര്യമായിരിക്കും, വിശ്വസിച്ചാൽ ഒരു പക്ഷേ വിശ്വസിക്കുന്നത് ശരിയല്ലാത്ത കാര്യമാകും. ഒന്നും അതേക്കുറിച്ച് പറയേണ്ടതില്ല, ഒന്നും അതേക്കുറിച്ച് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉപദേശിച്ച കാര്യം അതാണ്. ഇനി നോക്കൂ, നാലാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കിതാബുകളെ മുഴുവൻ പരിശുദ്ധ ഖുർആൻ നസ്ഖ് ചെയ്തിരിക്കുന്നു എന്ന വിശ്വാസമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചതോടെ ഇനി അമലാക്കാനുള്ളത്, ശ്രദ്ധിക്കുക, ഇനി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനുള്ളത്, പ്രാവർത്തികമാക്കാനുള്ളത് ഖുർആൻ മാത്രമാണ്, പഴയ കിതാബുകൾ അല്ല, പഴയ കിതാബുകളല്ല. ഈ കിതാബ് മുഹൈമിനാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. വ മുഹൈമിനൻ അലൈഹി, പഴയ കിതാബുകൾക്ക് മുഹൈമിനായി അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു. എന്താണ് മുഹൈമിനിൻ്റെ അർത്ഥം? ഹാക്കിമൻ അലൈഹി, പഴയ കിതാബുകൾക്ക് മേൽ മുഴുവൻ വിധി പറയുന്ന ഗ്രന്ഥം.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന മൂസ ഹയ്യൻ മാ വസിഅഹു ഇല്ല ഇത്തിബാഇ. മൂസാ നബി അലൈഹിസ്സലാം എങ്ങാനും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റുകയല്ലാതെ മൂസാ നബിക്ക് വേറെ വഴി ഉണ്ടാകുമായിരുന്നില്ല. അവസാനം ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം രണ്ടാമതിറങ്ങി വന്നാൽ ഈസ അലൈഹിസ്സലാം നടപ്പിലാക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ടാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ടാണ്. അപ്പോൾ നോക്കൂ, ഖുർആൻ പഴയ കിതാബുകളെ മുഴുവൻ നസ്ഖ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഖുർആനിൽ ഹുദയുണ്ട്, സന്മാർഗമുണ്ട്. പഴയ കിതാബുകൾക്ക് പിന്നാലെ പോകേണ്ടതില്ല. അത് പഠിക്കാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് പരിശുദ്ധ ഖുർആനാണ് പഠിക്കാൻ ശ്രമിക്കേണ്ടത്. പഴയ കിതാബുകൾ അത് പൊതുജനങ്ങളായ മുസ്ലിമീങ്ങൾക്ക് അത് വായിക്കുക എന്നത് അനുവദനീയമായ കാര്യമല്ല, ശ്രദ്ധിക്കുക. മറിച്ച് അത് വായിക്കാൻ അനുവാദമുള്ളത് അഹ്ലുൽ കിതാബിനെ ഈ ദീനിലേക്ക് ക്ഷണിക്കുകയും മറ്റും ചെയ്യേണ്ടുന്ന, അവർക്ക് മറുപടി പറയുകയൊക്കെ ചെയ്യേണ്ടുന്ന അതിന് പ്രാപ്തരായ ആഴത്തിൽ വിജ്ഞാനമുള്ള ആളുകൾക്കാണ്. അവർക്ക് അതിന് അനുവാദമുണ്ട് ഈ ലക്ഷ്യത്തിനു വേണ്ടി. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ളവർ അവരുടെ കിതാബുകളിൽ നിന്ന് അവർക്ക് മറുപടി പറഞ്ഞത് കാണാം. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഗ്രന്ഥമാണ് അൽ ജവാബു സഹീഹ് ലിമൻ ബദ്ദല ദീൻ അൽ മസീഹ്. മസീഹിൻ്റെ ഗ്രന്ഥം മാറ്റിമറിച്ചവർക്കുള്ള ശരിയായ മറുപടി. അവരുടെ കിതാബുകളിൽ നിന്ന് ഷെയ്ഖുൽ ഇസ്ലാം അവർക്ക് മറുപടി പറയുന്നു. അതുപോലെ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബാണ് ഹിദായത്തുൽ ഹയാറ ഫി അജൂബത്തിൽ യഹൂദി വൻ നസാറ. യഹൂദി നസ്രാനികൾക്ക് മറുപടി പറയുന്ന ഇബ്നുൽ ഖയ്യിമിൻ്റെ ഗ്രന്ഥമാണ്. അവരുടെ വാദഗതികൾ ഷെയ്ഖുൽ ഇസ്ലാം അതിലൂടെ ഖണ്ഡിച്ചത് കാണാം. അതല്ലാതെ പൊതുജനങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ പോവുക എന്നത് അനുവദനീയം. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും മുമ്പ് വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് അല്ലാഹു അലം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അൽഹംദുലില്ലാഹ് ഖൈർ. മറ്റുള്ള മതക്കാരുടെ ഗ്രന്ഥങ്ങൾക്ക് പിന്നാലെ അത് പഠിക്കാൻ സാധാരണക്കാരായ ആളുകൾ അതിൻ്റെ പിന്നാലെ പോവുക എന്നത്, അവൻ പഠിക്കേണ്ട അത്യാവശ്യമായ ദീനി നിയമങ്ങളെക്കുറിച്ച് പോലും അജ്ഞനായിരിക്കും, പലപ്പോഴും അറിവുണ്ടാവുകയില്ല. ഖുർആൻ ശരിക്കും പാരായണം ചെയ്യാൻ പോലും അറിയാത്ത ആളുകൾ, സുബ്ഹാനല്ലാഹ്, കേവല പാരായണം പോലും അറിയാത്ത ആളുകൾ മറ്റുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത് കാണാം. ശരിയല്ല. അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കൂ. അതിന് നേരമുണ്ട് നമുക്ക്? ഇല്ല, സമയം വളരെ വളരെ കുറവാണ് ഇപ്പോൾ. സമയത്തിൻ്റെ ബറക്കത്ത് പ്രിയ സഹോദരങ്ങളെ അങ്ങേറ്റം കുറഞ്ഞിട്ടുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഉപകരണം നമ്മുടെ കൈകളിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും ഇത് ദീനിൻ്റെ ആളുകൾക്കുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ സുബ്ഹാനല്ലാഹ് അതെത്ര വലുതായിരിക്കും. ദുനിയാവിൻ്റെ ആളുകൾ പറയുകയാണ് ഇത് അവരുടെ ദുനിയാവ് ആകെ നശിപ്പിച്ച് കളഞ്ഞു. മനസ്സിലായി? ദുനിയാവിൽ പ്രയോജനപ്രദമായ കാര്യങ്ങൾ ഇത് നശിപ്പിച്ച് കളഞ്ഞ ഒരു കാര്യം പഠിച്ചെടുക്കാൻ സാധിക്കുന്നില്ല, ഒരു കാര്യം അത് ശ്രദ്ധയോടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല, പഠിച്ചത് ഓർമ്മയില്ല എന്ന് ദുനിയാവ് പഠിക്കാൻ ശ്രമിക്കുന്ന, പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പറയുകയാണ്. അഥവാ ഉപകാരമുള്ള കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ദീൻ നമുക്കുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ എത്ര വലുതായിരിക്കും. എത്ര തവണ ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് വായിക്കാനോ അത്യാവശ്യം ഉള്ള വല്ലതും നോക്കാനോ വേണ്ടി ഇതിലേക്ക് കണ്ണ് കൊടുത്തിട്ട് ഖൽബ് കൊടുത്തിട്ട് താഴേക്ക് വെക്കുമ്പോൾ എൻ്റെ എത്ര മണിക്കൂറുകളാണ് പോയത്, എത്ര എൻ്റെ സമയമാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് കൽബുള്ളവർക്കാണ് അതിന് വേദനിക്കുക. സലീമത്തായ കൽബുള്ളവർക്ക് ആ വേദന തോന്നുകയുള്ളൂ. അതല്ല എങ്കിൽ ചില കവികൾ പറഞ്ഞതുപോലെ വമാലി ജുർഹിൻ ബി മയ്യിത്തിൻ ഈലാമു, മയ്യത്തിന് മുറിവ് കൊണ്ട് എന്ത് വേദനിക്കാനാണ്. അങ്ങനെയുള്ളവർക്കല്ല, മറിച്ച് ഹൃദയത്തിൽ എന്തെങ്കിലും നന്മ ബാക്കിയുണ്ട് എങ്കിൽ അങ്ങനെ വേദനിച്ചു പോകുന്ന, ഖേദിച്ച എത്ര അവസരമാണുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ കെണി എൻ്റെ പ്രിയ സഹോദരങ്ങളെ വളരെ ശ്രദ്ധിക്കണം. മനഃപൂർവ്വം അതിലേക്കുള്ള നോട്ടം ഒഴിവാക്കി, ചിലപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നലായിരിക്കും, യാതൊരു ആവശ്യമില്ല, അത് ഏതെങ്കിലും ഒരു നേരത്ത് നോക്കിയാൽ മതിയാവും. അതിന് കൃത്യമായ സമയം നിശ്ചയിച്ച് അത് ഒതുക്കി നിർത്തിയില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങൾ നമ്മുടെ ദീന് ഇല്ലാതാകും, ദുനിയാവ് ഇല്ലാതാകും. ദുനിയാവിന് വലിയ ഉപദ്രവങ്ങൾ അതുകൊണ്ടുണ്ടാവും. ദീനിലുണ്ടാക്കുന്ന ഉപദ്രവങ്ങളാകട്ടെ പറയേണ്ടതില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അള്ളാഹുവിൻ്റെ കിതാബ് ഖുർആൻ അത് പഠിക്കുക. അതിലാണ് സന്മാർഗമുള്ളത്, അതിനാണ് ഹുദയുള്ളത്.
ഞാനും നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ വീഴ്ചകൾ പുറത്തു തരികയും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ വക്തിൽ അവൻ്റെ മഹത്തരമായ ഫضലിനാൽ ബറക്കത്ത് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ഈ കാലത്ത് സഹോദരങ്ങളെ വിജയിക്കുന്നവരവരാണ്. ദുനിയാവിലും അതെ, പരലോകത്തിൻ്റെ കാര്യത്തിലും. ദുനിയാവിൽ പോലും എല്ലാവരും ഇതിൽ മുഴുകിയ കാലത്ത് ഇതിൽ മുഴുകാത്തവൻ വിജയിക്കും. യാതൊരു സംശയമില്ലാക്കരുത്. എല്ലാവരും അശ്രദ്ധയിലായാൽ ഒരു സംശയമില്ല മുന്നിലെത്തുന്നവൻ ആരായിരിക്കും? ഒരു കുറച്ച് ശ്രദ്ധ കൊടുത്തവനായിരിക്കും. കാരണം ബാക്കിയൊക്കെ എല്ലാവരും മയങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് മുന്നോട്ട് വരുന്നവരെ, ഗഫലത്ത് മാറ്റുന്നവരെ, ദിക്റിലേക്ക് വരുന്നവരെ വിജയം നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഇനി ഉസൂലുൽ ഈമാനിൽ അടുത്തത്, അഥവാ ഈമാനു ബിർറുസുൽ, അള്ളാഹുവിൻ്റെ റസൂലുകളിലുള്ള വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ റസൂലുകളിലുള്ള വിശ്വാസം. അള്ളാഹുവിൻ്റെ നബിമാർ, റസൂലുകൾ റബ്ബ് ഈ ലോകർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നുബുവാത്ത്, അള്ളാഹു മനുഷ്യരിൽ നുബുവത്ത് നിശ്ചയിച്ചു എന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ഗ്രന്ഥമാണ് നുബുവാത്ത്. അദ്ദേഹം പിൽക്കാലത്ത്, അഥവാ അദ്ദേഹത്തിൻ്റെ പല കിതാബുകൾക്കും ശേഷം എഴുതിയ ഗ്രന്ഥമാണത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. നുബുവാത്ത്, പ്രിയ സഹോദരങ്ങൾ, അള്ളാഹു നബിമാരെ ഈ ലോകത്ത് നിയോഗിച്ചത് മനുഷ്യരുടെ ഭക്ഷണപാനീയങ്ങളെക്കാളും വലിയ ആവശ്യം നിറവേറ്റാനാണ്. അള്ളാഹു നബിമാരെ നിയോഗിച്ചില്ലെങ്കിൽ എന്തായിരിക്കും മനുഷ്യരുടെ സ്ഥിതി? കന്നുകാലികളെക്കാൾ മോശമായിരുന്നേനെ അവരുടെ സ്ഥിതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹു ഭൂമിയിലേക്ക് നോക്കി, നബിയെ നിയോഗിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള കാലത്തെക്കുറിച്ച് പറയുകയാണ്. അള്ളാഹു ഭൂമിയിലേക്ക് നോക്കി, ഫമഖതഹും അറബഹും വഅജമഹും, എന്നിട്ട് അള്ളാഹു അവരോട് മുഴുവൻ പേരോടും കോപിച്ചു, അറബികളോടും അനറബികളോടും. കാരണം അവരെല്ലാം അങ്ങേറ്റത്തെ ദലാലത്തിൽ, വഴികേടിൽ, വൃത്തികേടുകളിലൊക്കെ ആയിരുന്നു. എല്ലാ ബഖായ മിൻ അഹ്ലിൽ കിതാബ്, പഴയ കിതാബുകൾ മുറുകെ പിടിച്ചിരുന്ന അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു ചെറിയ കൂട്ടരൊഴികെ. അങ്ങനെയാണ് ഈ സന്മാർഗവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്. അയ്യുഹൻ നബി ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. നബി, അങ്ങേ നാം ഈ ഭൂമിയിലേക്ക് സാക്ഷിയായി നിയോഗിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് മുഴുവനുമുള്ള സാക്ഷിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് കിതാബ് എത്തിച്ചു നൽകിയിട്ടുണ്ട്, സത്യം എത്തിച്ചു നൽകിയിട്ടുണ്ട് എന്ന് റബ്ബിൻ്റെ മുന്നിൽ സാക്ഷി പറയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സന്തോഷവാർത്ത അറിയിക്കുന്ന നബിയാണ്, താക്കീത് നൽകുന്ന നബിയാണ്. അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് സന്തോഷവാർത്ത, അവനെ ധിക്കരിച്ചവർക്ക് താക്കീത്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതിയോടെ അവനിലേക്ക് വിളിക്കുന്ന പ്രബോധകനായി. വസിറാജൻ മുനീറ, പ്രകാശിക്കുന്ന വിളക്കായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റബ്ബ് സുബ്ഹാനഹു വ തആല നിയോഗിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ നബിമാരാണ് ജനങ്ങളെ എല്ലാ നന്മയും പഠിപ്പിച്ചത്. നബിമാർ പഠിപ്പിക്കാത്ത യാതൊരു നന്മയും ലോകത്തിൽ ഒരു നന്മയുമില്ല. മനുഷ്യർ നബിമാർ പഠിപ്പിക്കാത്ത വിജ്ഞാനങ്ങൾ പഠിച്ചുവോ, ആ വിജ്ഞാനങ്ങൾ കൊണ്ട് അവർക്ക് ഉപകാരത്തെക്കാളധികം ഉപദ്രവമാണ് ഉണ്ടാവുക. ഈ വാക്ക് നിങ്ങൾ ശരിക്ക് പഠിച്ചു വെച്ചോളൂ, കുറിച്ചു വെച്ചോളൂ. എത്ര വലിയ കണ്ടുപിടുത്തങ്ങളാകട്ടെ, ഏതേത് സൗകര്യങ്ങളാകട്ടെ, നമ്മൾ ഈ കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ആധുനിക സൗകര്യങ്ങളുണ്ട്, കണ്ടുപിടുത്തങ്ങളുണ്ട്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ച നന്മയില്ല എങ്കിൽ, ആ നന്മയുടെ പിൻബലമില്ല എങ്കിൽ, ഈ കണ്ടുപിടുത്തങ്ങളും അറിവും കൊണ്ട് മനുഷ്യന് എന്താണ് കൂടുതൽ ഉണ്ടാവുക? ഉപകാരമാണോ ഉപദ്രവമാണോ? ഉപദ്രവമാണ്. അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ച വിജ്ഞാനത്തിൻ്റെ അതിനനുസരിച്ച് അത് ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ, നീതി, നന്മ, സ്നേഹം, അനുകമ്പ, കാരുണ്യം, ദയ, പരോപകാരം, ഈ നന്മകൾ മുഴുവൻ ആര് പഠിപ്പിച്ചതാണ്? അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ച ഇൽമില്ല എങ്കിൽ, വിജ്ഞാനമില്ല എങ്കിൽ മനുഷ്യനല്ല. നബിമാർ ആരാണ്? അവർ സഫ്വത്തുൽ ബശർ, മനുഷ്യരിലെ ഏറ്റവും നല്ല ആളുകളാണ്. അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്ത ആളുകൾ. നോക്കൂ, ഈമാനു ബിർറുസുൽ, റസൂലുകളുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങൾ നമുക്കിതിൽ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, അള്ളാഹു വഹി നൽകിയവരാണ് അവൻ്റെ നബിമാരും റസൂലുകളും. അള്ളാഹു റബ്ബുൽ ആലമീൻ വഹി നൽകിയവരാണ് അവൻ്റെ നബിമാരും റസൂലുകളും. അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തവർ.
റബ്ബ് പ്രത്യേകമായി തിരഞ്ഞെടുക്കും. അള്ളാഹുവിൻ്റെ ഇസ്തിഫാ, അവൻ്റെ തിരഞ്ഞെടുപ്പാണ് നബിമാർ. അതല്ലാതെ ശ്രദ്ധിക്കുക, അതല്ലാതെ ഒരാൾക്കും ഇത് നേടിയെടുക്കാൻ കഴിയില്ല. പരിശീലനത്തിലൂടെയോ സ്വന്തത്തെ പട്ടിണി കിട്ടോ, അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ധ്യാനിച്ചിരുന്നോ, ചിന്തിച്ചിരുന്നു കൊണ്ടോ, ആലോചിച്ചിരുന്നോ ഒരാൾക്ക് നുബൂവത്ത്, പ്രവാചകത്വം നേടിയെടുക്കാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ ഇസ്തിഫാ മാത്രം, അവൻ തിരഞ്ഞെടുത്തത് മാത്രമാണ് നുബൂവത്ത്. ഇത് പിഴച്ച കക്ഷികളുടെ വിശ്വാസമാണ്. എന്ത്? ഒരാൾക്ക് കുറേ റിയാദിയാത്ത് എന്ന് പറയും, അഥവാ കുറേ ഇങ്ങനെ പരിശ്രമങ്ങൾ, പരിശീലനങ്ങളൊക്കെ നടത്തിയിട്ട് കുറേ പട്ടിണി കിടന്ന് കുറേ ധ്യാനിച്ചിരുന്ന് ചിന്തിച്ചൊക്കെ വേണമെങ്കിൽ നബിയാകാം. ഇത് പിഴച്ച കക്ഷികളുടെ വാദമാണ്. സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പ് മാത്രം ഒന്ന്. എന്നാൽ രണ്ടാമതിൻ്റെ കൂടെ നമ്മൾ മറ്റൊന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്താണത്? അള്ളാഹു ആ നുബൂവത്തിന് തിരഞ്ഞെടുക്കുക അതിനനുയോജ്യരായ ഏറ്റവും വിശുദ്ധരായ ആളുകളെ മാത്രമാണ്. മനസ്സിലായില്ലേ? അസംഭവ്യമാണ് എന്ത്? ഒരു മോശക്കാരനായി നടന്ന ഒരുവനെ അള്ളാഹു നബിയാക്കുക എന്നത്. അതൊരിക്കലും സംഭവിക്കുകയില്ല. അള്ളാഹു അഅലമു ഹൈസു യജ്അലു റിസാലത, എവിടെയാണ് അള്ളാഹുവിൻ്റെ റിസാല, അവൻ്റെ സന്ദേശം എന്ന് അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ഇതുകൊണ്ടാണ് ശ്രദ്ധിക്കുക, ഒരു കള്ള നബിയെയും യഥാർത്ഥ നബിയെയും വേർതിരിക്കുക എന്നത് ലോകത്ത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. അതിലെന്തില്ല, യാതൊരു പ്രയാസവുമില്ല. കാരണം ഒന്ന്, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരിൽ ഒരാളായിരിക്കും. മറ്റേതോ മനുഷ്യരിൽ ഏറ്റവും വൃത്തികെട്ടൊരുത്തനായിരിക്കും. കള്ളപ്രവാചകത്വം വാദിക്കുന്നവൻ, കള്ളനബിമാർ. അങ്ങനെ ചരിത്രത്തിൽ വന്നിട്ടുള്ള എല്ലാവരും ഈ രൂപത്തിൽ നിന്ദ്യരാക്കപ്പെട്ടിട്ടുണ്ട്. അത് ആരാകട്ടെ. പഴയ കാലത്ത് വന്ന കുറേ കള്ളനബിമാരുണ്ടായിരുന്നു. മുസൈലിമ, അവൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പേരിൻ്റെ പിന്നാലെ എന്തു വരും? ഖദ്ദാബ്. മുസൈലിമ അൽ ഖദ്ദാബ്, ഖദ്ദാബായ മുസൈലിമ, പെരുങ്കള്ളനായ മുസൈലിമ. ഖദ്ദാബ് എന്ന അവൻ്റെ പേരല്ല, അവൻ ബനു ഹനീഫക്കാരനായ ഒരുവനാണ്. എന്നാൽ ഖദ്ദാബാണ്. എത്ര അനുയായികളുണ്ടായിരുന്നു? ഖദ്ദാബാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം 30ഓളം കള്ളപ്രവാചകന്മാർ എനിക്ക് ശേഷം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലധികം വന്നിട്ടുണ്ട്. പക്ഷേ ഈ 30 കുറേ അനുയായികളൊക്കെ ഉണ്ടാകുന്ന ആളാണ്. ഈ 30 ഉദാഹരണത്തിന് ഖാദിയാനികളുടെ നബിയായ മിർസ ഗുലാമിനെ പോലെ അങ്ങനെയുള്ള ദജ്ജാലുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ദജലും അവരുടെ കളവും വൃത്തികേടുകളും ആളുകൾക്ക് അത്രയും പ്രകടമായിരിക്കും. അങ്ങേറ്റം ബുദ്ധിശൂന്യരായ ആളുകളല്ലാതെ, വിവരം അടുത്തുകൂടി പോയിട്ടില്ലാത്ത ആളുകളല്ലാതെ കള്ളനബിമാരുടെ പിന്നാലെ പോവുകയില്ല. അള്ളാഹു അവരെ നിന്ദരാക്കും. കാരണം റബ്ബിൻ്റെ പേരിൽ പറയുന്ന കളവുകളിൽ ഏറ്റവും ഗുരുതരമായ കളവാണിത്. അതുകൊണ്ട് അവരെ അള്ളാഹു നിന്ദരാക്കാതെ വിടുകയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നൽകിയ ഉയർച്ചയും വിജയവും അവിടുന്ന് യഥാർത്ഥ റസൂലാണ് എന്നതിനുള്ള തെളിവുകളിലൊന്നാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നൽകിയ ഉയർച്ചയും ജീവിതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ വിജയവും കൺകുളിർക്കെ മുസ്ലിമീങ്ങളെ ഈ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടിട്ട് മാത്രമാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ കാര്യം ഇതാണ്, നബിമാർ അള്ളാഹു വഹി നൽകിയവരാണ്. അള്ളാഹു ആണ് തിരഞ്ഞെടുക്കുക, അതുപോലെ അത് ഏറ്റവും നല്ലവരാണ് റബ്ബ് തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ കാര്യം, നബിമാരെന്ന് പറയുന്നത് അത് ഒരുപാട് പേരുണ്ട്. മനസ്സിലായില്ല? അള്ളാഹുവിൻ്റെ നബിമാരെന്നാൽ ധാരാളം പേരുണ്ട്. ഖുർആൻ അള്ളാഹു പറഞ്ഞു, വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു ഉമ്മത്തും കടന്നു പോയിട്ടില്ല ഒരു നദീർ അഥവാ ഒരു പ്രവാചകൻ, തക്കീതുകാരനായ നബി അവരിലേക്ക് വന്നിട്ടല്ലാതെ. ധാരാളക്കണക്കിന് നബിമാർ വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും നമുക്കറിയുമോ? ഇല്ല. പേര് പറയപ്പെട്ടവരിൽ അങ്ങനെ വിശ്വസിക്കുക, പേര് പറയപ്പെടാത്തവരിൽ അങ്ങനെ വിശ്വസിക്കുക. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും നബിയുടെ സഹോദരങ്ങളായ മറ്റുള്ള നബിമാരെ മുഴുവൻ പേരെയും അറിയില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും നബിയുടെ ഇഖ്വാനുകളായ നബിമാരെല്ലാവരും ഒരു പിതാവിൻ്റെ മക്കളെ പോലെയാണ്, വേറെ വേറെ ഉമ്മമാരുടെ മക്കളെ പോലെ സഹോദരങ്ങളാണ് ആ അർത്ഥത്തിൽ. അതുകൊണ്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന് പോയ സമയത്ത് നബിമാരെ കാണുമ്പോൾ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ആകാശത്തിൽ ആദം നബിയെ കണ്ടു, രണ്ടാമത്തെ ആകാശത്തിൽ ഈസാ നബിയെയും യഹ്യാ നബിയെയും കണ്ടു. അതുപോലെ മൂന്നാമത്തെ ആകാശത്ത് യൂസുഫ് നബിയെ കണ്ടു, നാലാമത്തെ ആകാശത്ത് ഇദ്രീസ് നബിയെ കണ്ടു, അഞ്ചാമത്തെ ആകാശത്തിൽ ഹാറൂൻ നബിയെ കണ്ടു, ആറാമത്തെ ആകാശത്തിൽ മൂസാ നബിയെ കണ്ടു, ഏഴാമത്തെ ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഇബ്രാഹിം നബിയും അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം, രണ്ട് നബിമാരൊഴികെ ബാക്കി നബിമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ പറയുന്നത് എന്താണ്? മർഹബൻ ബിൻ നബി സാലിഹ് വൽ അഖ് സാലിഹ്. സാലിഹായ നബിക്ക്, സാലിഹായ നമ്മുടെ സഹോദരന് സ്വാഗതം. ഇബ്രാഹിം നബിയും ആദം നബിയും കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? മർഹബൻ ബിൻ നബി സാലിഹ് വൽ ഇബ്ൻ സാലിഹ്. സാലിഹായ നബിക്ക്, സാലിഹായ മകന് സ്വാഗതം. കാരണം അവർ രണ്ടുപേരുടെയും സന്താന പരമ്പരയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. നബിമാർ സഹോദരങ്ങളാണ്. പക്ഷേ നമ്മുടെ നബിക്ക് ബാക്കിയുള്ള നബിമാരെ എല്ലാവരുടെയും പേര് അറിയില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക് മിൻഹും മൻ ഖസസ്ന അലൈക് വമിൻഹും മൻ ലം നഖ്സുസ് അലൈക്. ഓ നബിയെ, താങ്കൾക്ക് മുൻപ് നാം റസൂലുകളെ അയച്ചിട്ടുണ്ട്, അവരിൽ നാം കഥ പറഞ്ഞു തന്നവരുണ്ട്. നബിയെ, താങ്കൾക്ക് നാം ചരിത്രം വിവരിച്ചു തരാത്ത, കഥ പറഞ്ഞു തരാത്ത നബിമാരുണ്ട്. എത്രയുണ്ട് നബിമാർ? ധാരാളക്കണക്കിന് നബിമാർ. ചില ഹദീസുകളിൽ 1,24,000 പരം അങ്ങനെ കാണാം നബിമാർ. അതുപോലെ 313 റസൂലുകൾ എന്ന് കാണാം. ആ ഹദീസിൻ്റെ സഹത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ അതിനു മുൻപ് ഇമാം അഹ്മദ് തുടങ്ങിയവർ ആ ഹദീസ് അത് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ അത് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ അവർ ഒരുപാടുണ്ട്. 1,00,000 പരം നബിമാർ, അതിൽ കൂടുതൽ നബിമാരുണ്ട്, 300-ൽ അധികം റസൂലുകളുണ്ട് എന്ന് വിശ്വസിക്കുക. അതിൻ്റെ കൃത്യമായ എണ്ണം നമുക്കറിയുകയില്ല എങ്കിൽ പോലും അവരിൽ 25 പേരുടെ പേരുകൾ എവിടെയുണ്ട്? ഖുർആനിൽ വന്നിട്ടുണ്ട്. 25 നബിമാരുടെ പേരുകൾ എവിടെയുണ്ട്? ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിൽ വരാത്ത പേരുകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. 25 നബിമാരുടെ പേരുകൾ ഖുർആനിലുണ്ട്. ഇതിൽ 18 നബിമാരുടെ പേരുകൾ ഒരൊറ്റ സൂറത്തുൽ അൻആമിലെ 83 മുതലുള്ള 4 ആയത്തുകൾ നമുക്ക് കാണാം. 18 നബിമാരുടെ പേരുകൾ. ബാക്കി 7 പേരുടെ പേരുകൾ ഖുർആനിൽ പലയിടത്തായി കാണാം. 18 നബിമാരുടെ പേരുകൾ നിങ്ങൾ എണ്ണുക. ഞാൻ ആ ആയത്തുകൾ ഓതാം. വത്തിൽക ഹുജ്ജത്തുന എന്ന് തുടങ്ങുന്ന സൂറത്തു അൽ അൻആമിലെ 83-ാമത്തെ ആയത്താണ്. വത്തിൽക ഹുജ്ജത്തുന ആതൈനാഹ ഇബ്രാഹീമ അലാ ഖൗമി. നിങ്ങൾ എണ്ണുന്നില്ലേ? وتلك حجتنا آتيناها إبراهيم على قومه نرفع درجات من نشاء إن ربك حكيم عليم ووهبنا له إسحاق ويعقوب كلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين ومن آبائهم وذرياتهم وإخوانهم واجتبيناهم وهديناهم إلى صراط مستقيم ذلك هدى الله يهدي به من يشاء ولو أشركوا لحبط عنهم ما كانوا يعملون. ആദ്യം നോക്കൂ നിങ്ങൾ, 18 നബിമാരുടെ പേര് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ്, അവരെങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർത്തിരുന്നെങ്കിൽ അവരുടെ മുഴുവൻ അമലുകളും തകർന്നു പോകുമായിരുന്നു. 18 നബിമാരുടെ പേരുകൾ പറഞ്ഞതിന് ശേഷം ശിർക്കിൻ്റെ ഗൗരവം നോക്കൂ നിങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി എത്ര നബിമാരുണ്ട് ഖുർആനിൽ പറഞ്ഞത്? 7 പേർ. ആരൊക്കെയാണ്? ആദം, ഹൂദ്, സാലഹ്, ഇദ്രീസ്, ഷുഐബ്, ദുൽകിഫിൽ, ഏഴാമത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 നബി. ഇങ്ങനെ 25 നബിമാരുടെ പേരുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ വിശ്വാസം നബിമാരുടെ എല്ലാവരുടെയും ഫضൽ, ശ്രേഷ്ഠത ഒരുപോലെയല്ല. അവരെല്ലാവരും മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. പക്ഷെ അവർ തമ്മിലുള്ള ഫضലിൽ എന്തുണ്ട്?
വ്യത്യാസമുണ്ട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു തിൽക റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. തിൽക റുസുൽ, ആ റസൂലുകൾ, ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, അവരിൽ ചിലർക്ക് നാം ചിലരുടെ മേൽ ശ്രേഷ്ഠത നൽകി. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു വലഖദ് ഫദ്ദൽനാ ബഅദൻ നബിയ്യീന അലാ ബഅദ്, ചില നബിമാർക്ക് നാം ചില നബിമാരെക്കാൾ ശ്രേഷ്ഠത നൽകി. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നബിമാരെക്കാൾ ശ്രേഷ്ഠനാണ് റസൂലുകൾ. മനസ്സിലായില്ലേ? നബിമാരും റസൂലുകളുമുണ്ട്. എല്ലാ നബിമാരും റസൂലുകളല്ല, പക്ഷെ എല്ലാ റസൂലുകളും റസൂലുകളാണ്, നബിമാരുമാണ്. എന്താണ് റസൂൽ നബിയും തമ്മിലുള്ള വ്യത്യാസം? ഖുർആനിലോ സുന്നത്തിലോ നമുക്ക് വ്യക്തമായി ഇന്നതാണ് വ്യത്യാസം എന്ന് വന്നിട്ടില്ല. ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി ഇന്നതാണ് റസൂൽ നബിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വന്നിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വല്ലാഹു ആലം. കൂടുതൽ ശരി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ അഭിപ്രായപ്പെട്ടത് റസൂൽ എന്നാൽ റസൂൽ നിയോഗിക്കപ്പെടുക പൊതുവെ എതിരാളികളായ സമൂഹത്തിലേക്കായിരിക്കും. നിയോഗിക്കപ്പെടുന്നത് കൂടുതലും എതിരാളികളായ ഉമ്മത്തിലേക്ക്, അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനായിരിക്കും. അതാണ് റസൂലുകൾ. നബിമാരോ അവർ നിയോഗിക്കപ്പെടുന്ന ആളുകൾ, അവരുടെ പ്രബോധിതർ ഭൂരിഭാഗവും അനുകൂലികളായിരിക്കും, എതിരാളികളായിരിക്കില്ല. അവർ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കാൻ, വഹ്യ് എത്തിച്ചു കൊടുക്കാനാണ് നബിമാർ നിയോഗിക്കപ്പെടുക. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ ശരിവെച്ചിട്ടുള്ള ഈ വിഷയത്തിൽ അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഗൗരവപ്പെട്ട സംഗതിയല്ല. കാരണം ഇത് വ്യക്തമായി ഖുർആനും സുന്നത്തിനും ഇന്നതാണ് നബി, ഇന്നതാണ് റസൂൽ എന്ന് വന്ന കാര്യമല്ല. ശരി, റസൂലുകൾ നബിമാരെക്കാൾ ശ്രേഷ്ഠരാണ്. ആ റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്ം എന്നറിയപ്പെടുന്ന 5 നബിമാർ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. നബിയെ, റസൂലുകളിൽ ഉലുൽ അസ്ം ക്ഷമിച്ചതുപോലെ താങ്കൾ ക്ഷമിക്കുക. ഉലുൽ അസ്ം എന്നാൽ അസ്മിൻ്റെ ആളുകളാണ്. നിശ്ചയദാർഢ്യത്തിൻ്റെ കടുത്ത പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നേരിട്ട നബിമാർ 5 നബിമാരാണ്. ഈ 5 നബിമാരുടെ പേരുകൾ ഖുർആനിൽ 2 സൂറത്തുകളിൽ വന്നിരിക്കുന്നു. ഒന്ന് സൂറത്തുൽ അഹ്സാബിൽ, മറ്റൊന്ന് സൂറത്തു ഷൂറായിൽ. സൂറത്തു ഷൂറാ, സൂറത്തു ഷുഅറാ, സൂറത്തു ഷൂറ. ഇത് ചിലപ്പോൾ ചില ആളുകൾക്ക് കേൾക്കുമ്പോൾ മാറിപ്പോകാറുണ്ട്. ഒന്ന് ഷുഅറാ ആണ്, കവികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റൊന്ന് ഷൂറ എന്നാണ്. ഷൂറയുടെ അർത്ഥം കൂടിയാലോചന. മുഅ്മിനീങ്ങൾ വഅംറുഹും ഷൂറാ ബൈനഹും, അവർ പരസ്പരം കൂടിയാലോചിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന ആയത്ത് വന്നതുകൊണ്ടാണ് ആ സൂറത്തിന് സൂറത്തു ഷൂറ എന്ന് പേര് വന്നത്. ഒന്ന് സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു പറഞ്ഞു വഇദ് അഖദ്നാ മിനൻ നബിയ്യിന മീസാഖഹും വമിൻക വമിൻ നൂഹിൻ വഇബ്രാഹീമ വമൂസ വഈസ ഇബ്നു മറിയം വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീള. നാം നബിമാരിൽ നിന്ന് കരാർ വാങ്ങിയ സന്ദർഭം താങ്കളിൽ നിന്നും, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, വമിൻ നൂഹ്, നൂഹിൽ നിന്ന്, വഇബ്രാഹീമ വമൂസ വഈസ ഇബ്നു മറിയം, ബാക്കി ഈ പറഞ്ഞ നബിമാരിൽ നിന്ന്. അതുപോലെ സൂറത്തു ഷൂറായിൽ അള്ളാഹു പറഞ്ഞു ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ. നാം നിങ്ങൾക്ക് ദീനായി അള്ളാഹു നിങ്ങൾക്ക് ശറഅാക്കി തന്നിരിക്കുന്നു മാ വസ്സാ ബിഹി നൂഹൻ, നൂഹിന് വസിയ്യത്ത് നൽകിയ കാര്യം, വല്ലദീ ഔഹൈനാ ഇലൈക, നബിയെ താങ്കൾക്ക് വഹി നൽകിയ കാര്യം, നൂഹ് നബിയും നമ്മുടെ നബിയും, വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ, ഈ നബിമാർക്ക് നാം വസിയ്യത്ത് നൽകിയ കാര്യം അള്ളാഹു ദീനായി ശറഅാക്കിയിരിക്കുന്നു. അപ്പോൾ നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു ഉലുൽ അസ്മിനെ പരാമർശിച്ചിരിക്കുന്നു. ഉലുൽ അസ്മിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠർ, ലോകത്തെ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠർ 2 ഖലീലുകളാണ്. 2 ഖലീലുകൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതുപോലെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠർ നമ്മുടെ റസൂലാണ്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതയോളം ഒരാൾക്കും ശ്രേഷ്ഠതയില്ല. നബിക്ക് മുമ്പുമില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷവുമില്ല. അത്രയും ശ്രേഷ്ഠം. അള്ളാഹു ഏറ്റവും അധികം അവൻ്റെ പടപ്പുകളിൽ സ്നേഹിക്കുന്നത് ആരെയാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റബ്ബിൻ്റെ പടപ്പുകളിൽ ഏറ്റവും പരിശുദ്ധമായ ഹൃദയം ആരുടേതാണ്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. നമ്മുടെ നബിയുടെ കയ്യിലാണ് നാളെ പരലോകത്തിൽ ലിവാ ഉൽ ഹംദ്, ഹംദിൻ്റെ പതാക ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യമായി ഖബർ പൊട്ടിപ്പിളർന്ന് പരലോകത്ത് പുറത്തേക്ക് വരിക. അന അവ്വലു മൻ യുൻശഖു അൻഹുൽ ഖബർ വലാ ഫഖർ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനാണ് നാളെ പരലോകത്ത് ആദ്യം ഖബർ പിളർന്ന് പുറത്തേക്ക് വരിക. ഫഖർ പറയുകയല്ല, പൊങ്ങച്ചം പറയുകയല്ല. എൻ്റെ കയ്യിലാണ് ലിവാ ഉൽ ഹംദ്, ഹംദിൻ്റെ പതാക. എനിക്ക് വേണ്ടിയാണ് സ്വർഗ കവാടം
തുറക്കപ്പെടുക. ആദ്യമായി ചോദിക്കും ഇതാരാണ്? മുഹമ്മദാണെന്ന് പറയും. സ്വലാസ്മക്ക് മുമ്പ് ഒരാൾക്ക് വേണ്ടിയും സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടുകയില്ല. സ്വർഗത്തിൽ വലതുകാൽ വെച്ച് ആദ്യം കയറുക ആരാണ്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിൽ ഏറ്റവും അനുയായികൾ ഉണ്ടാവുക ആർക്കാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ഉമ്മത്താണ് ഏറ്റവും ശ്രേഷ്ഠനായ ഉമ്മത്ത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത്രയും പ്രത്യേകതകൾ നൽകിയ മറ്റൊരു റസൂൽ ഇല്ല. നോക്കൂ, ഈ റസൂലുകളെ സ്നേഹിക്കുക നമ്മുടെ ബാധ്യതയാണ്. അവരെ മുഴുവൻ സ്നേഹിച്ചിരിക്കണം. അവരെക്കുറിച്ച് മുഴുവൻ നല്ലതു മാത്രം പറയുകയും വിശ്വസിക്കുകയും ചെയ്യണം. അവരുടെ പാതയിലാകാൻ ആഗ്രഹിക്കണം. അവരുടെ കൂടെയായിരിക്കും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവർ. അതുപോലെ നോക്കൂ, അവരുടെ പേര് സ്മരിക്കപ്പെട്ടാൽ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി സലാമിന് ചോദിക്കണം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ പ്രത്യേകമായി സലാത്തും സലാമും ചോദിക്കണം. മനസ്സിലായി? ബാക്കിയുള്ള നബിമാരുടെ പേര് കേട്ടാൽ സലാം ചോദിക്കുക. സലാത്ത് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു നോക്കൂ, പഴയ നബിമാരെ കുറിച്ച് വസലാമുൻ അലൽ മുർസലീൻ, റസൂലുകൾക്ക് മേൽ അള്ളാഹുവിൻ്റെ സലാം. നമ്മുടെ നബിയെക്കുറിച്ച് പറഞ്ഞപ്പോഴോ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹു അവൻ്റെ നബിക്ക് സലാത്ത് ചൊരിയുന്നു. അള്ളാഹുവിൻ്റെ സലാത്ത് എന്നാൽ അവൻ്റെ അരികിലുള്ള മലായികത്തിനോട് നബിയെക്കുറിച്ച് പുകഴ്ത്തി പറയുക എന്നതാണ്. മലക്കുകളുടെ സലാത്ത് എന്നാൽ നബിക്ക് വേണ്ടിയുള്ള ദുആണ്. നമ്മുടെ സലാത്തും നബിക്ക് വേണ്ടിയുള്ള ദുആണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, സല്ലു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സലാത്തിനെ ചോദിക്കുക. വസല്ലിമു തസ്ലീമ, സലാം പറയുക. അതുകൊണ്ട് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ നമ്മൾ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മുടെ നബിയുടെ പേര് പറയുമ്പോൾ സലാമിൽ ഒതുക്കാതെ എന്തു പറയുക? രണ്ടും പറയാൻ ശ്രമിക്കുക. അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുക, അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക. അത് പറയുമ്പോൾ എന്തായി? സലാത്തും ചോദിക്കുന്നു, സലാമും ചോദിക്കുന്നു. ബാക്കിയുള്ള നബിമാരുടെ പേര് കേട്ടാൽ എന്തു പറയുക? അലൈഹിസ്സലാം എന്ന് പറയുക. സലാത്തും അവർക്ക് വേണ്ടി ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൊതുവെയുള്ള രീതി ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? നബിമാരല്ലാത്തവർക്ക് വേണ്ടി അവരുടെ പേരിൽ സലാം പറയുക എന്നത് പൊതുവെ അഹ്ലുസുന്നത്തിൻ്റെ രീതിയല്ല. മനസ്സിലായില്ലേ? നബിമാരല്ലാത്തവർക്ക് വേണ്ടി സലാം പറയുക എന്നത് രീതിയല്ല. ഇപ്പോൾ ഷീഅകളുടെ ഇടയിൽ പതിവാണ് അഹ്ലുബൈത്തിൻ്റെ പേര് പറയുമ്പോൾ അവർ പറയും അലൈഹിസ്സലാം. അലി പറയുമ്പോൾ അവർ എന്ത് പറയും? എന്ത് അലൈഹിസ്സലാം. ഫാത്തിമ അലൈഹിസ്സലാം, അലൈഹിസ്സലാം, ഹസൻ അലൈഹിസ്സലാം എന്നാണ് ആര് പറയുക? ഷിയകൾ പൊതുവെ പറയുക. മനസ്സിലായില്ലേ? അഹ്ലുസുന്നത്തിൻ്റെ പൊതു രീതി അല്ലാതെ അഹ്ലുസുന്നത്തിൻ്റെ രീതി അവർക്ക് വേണ്ടി, സഹാബത്തിനു വേണ്ടി തർദിയത്ത് പറയുക എന്നതാണ്. റളിയല്ലാഹു അൻഹു, അള്ളാഹു അവർക്ക് തൃപ്തി നൽകട്ടെ എന്നതാണ് പൊതുവിലുള്ള അവർക്ക് വേണ്ടിയുള്ള ദുആഇൻ്റെ രീതി. സഹാബത്തല്ലാത്ത മറ്റുള്ളവർ അവരാരാകട്ടെ, അടുത്ത് മരണപ്പെട്ട, നമുക്ക് തൊട്ടു മുന്നേ നമ്മുടെ കാലത്ത് ജീവിച്ച് മരണപ്പെട്ട ഒരാളാകട്ടെ, ഏതും മുസ്ലിം ആകട്ടെ, അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിക്കുക. മരണപ്പെട്ട അപ്പോൾ റഹിമഹുല്ലാഹ്, അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ, റഹ്മത്തുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് മേൽ ഉണ്ടാകട്ടെ. ഇതാണ് പൊതുവായ രീതി. അവർക്ക് വേണ്ടി അടുത്ത സഹാബത്തല്ലാത്ത പണ്ഡിതന്മാർക്ക് വേണ്ടി റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ തൃപ്തി അവർക്ക് നൽകട്ടെ എന്ന് പറഞ്ഞാൽ അത് ദുആണ്. അതൊരു ദുആണ്. ഇത് കുഴപ്പമുള്ള കാര്യമല്ല, കുറ്റം ലഭിക്കുന്ന കാര്യമല്ല. പക്ഷെ പൊതു രീതി എന്താണ്? നബിമാരുടെ പേരിൽ സലാം പറയുക. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ സലാത്തും സലാമും ചൊല്ലുക. സഹാബത്തിൻ്റെ പേര് കേട്ടാൽ തർദിയത്ത്, അവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകട്ടെ എന്ന് പറയുക. ദുആണത്. അവർക്ക് ശേഷമുള്ളവർക്ക് വേണ്ടി, റഹ്മത്തിന് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടിയൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇതാണ് പൊതുവായ രീതി. അള്ളാഹുവിൻ്റെ നബിമാർ തൗഹീദാണ് ജനങ്ങളെ പഠിപ്പിച്ചത്, ഒരിക്കലും ശിർക്ക് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവരോടുള്ള യഥാർത്ഥ സ്നേഹമെന്നാൽ അവരുടെ മാർഗം സ്വീകരിക്കലും അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യലും തൗഹീദിൽ ജീവിച്ചു മരിക്കലുമാണ്. ഇത്രയുമാണ് കിതാബിലും അതുപോലെ റസൂലുകളിലുമുള്ള വിശ്വാസം. അത് നമുക്ക് വിശദീകരിക്കാനുള്ളത്. വഫഖനില്ലാഹു വയ്യാക്കും വഅല്ലമനില്ലാഹു വയ്യാക്കും. സല്ലല്ലാഹു വസല്ലമ വബാറക അല അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.